ചെന്നായിയും മാട്ടിൻകുട്ടിയും ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഭരണം ആരുടേതായിരുന്നു? ഞാൻ ലോകത്തൊരു ഭരണം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഉമ്മറിൻ്റെതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകളാണിത്. ഗാന്ധിജി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? അധികാരം കയ്യിലുണ്ടായിട്ടും അർദ്ധരാത്രിയിൽ വേഷപ്രച്ഛന്നനായി തന്റെ ജനങ്ങളുടെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് കണ്ണീരൊപ്പുവാൻ ഇറങ്ങി തിരിച്ച ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പൊട്ടിക്കരയിപ്പിച്ചൊരു ചരിത്രമുണ്ട് ഇവിടെ. മദീനയിലെ ചെറിയൊരു കുടിൽ. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലെത്തിയത്. വിശന്ന് കരയുന്ന മക്കൾക്ക് നടുവിൽ ഒരു ഉമ്മ അടുപ്പത്ത് ഒരു പാത്രം വെള്ളം വെച്ച് തിളപ്പിക്കുകയാണ്. വളരെ കൗതുകത്തോടു കൂടി ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വെറും വെള്ളവും കല്ലും മാത്രം വെച്ച് ഇങ്ങനെ തിളപ്പിക്കുന്നത്? വളരെ സങ്കടത്തോടെ അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ ദിവസങ്ങളായി പട്ടിണിയിലാണ്. കഴിക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് ആഹാരം അടുപ്പത്ത് വേവിക്കുകയാണെന്ന് കുട്ടികളെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവരെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം അവർ കരഞ്ഞു തളർന്ന് ഉറങ്ങിക്കോളും. ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ശത്രുക്കളുടെ പേടി സ്വപ്നമായ ഖലീഫ ഉമർ പൊട്ടിക്കരഞ്ഞു. തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചാക്ക് ഗോതമ്പും ഒലിവെണ്ണയും തന്റെ തോളിൽ ചുമന്ന് ആ വീട്ടിലെത്തിച്ചു. എന്നിട്ട് തന്റെ സ്വന്തം കൈകൾ കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു. ദിവസങ്ങളായി പട്ടിണിയിൽ കിടന്ന ആ കുഞ്ഞുങ്ങൾ വയറു നിറച്ച് ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങുന്നത് കണ്ട ശേഷമാണ് ഖലീഫ ഉമർ ആ വീട് വിട്ടിറങ്ങിയത്. മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ അടുത്ത വീടിന്റെ ഉമ്മറപ്പടി ലക്ഷ്യമാക്കി ആ ഇരുട്ടിലേക്ക് ഖലീഫ ഉമർ മെല്ലെ നടന്നു നീങ്ങി. ആ നടത്തം ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അധികാരം എന്നത് കിരീടവും ചെങ്കോലുമല്ല, അശരണന്റെ കണ്ണീരൊപ്പുവാനുള്ള ഉത്തരവാദിത്വമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന പ്രവാചക വചനത്തിന്റെ പൊരുൾ എത്ര സുന്ദരമാണ്.